ഇത് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നാട്ടിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മടിയുണ്ടോ, അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടിയും വേണം, പിന്നെ ചെറുപരിപ്പും വേണം. നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് റേഷൻ കിട്ടിയേക്കണതുണ്ടല്ലോ, പച്ച കളറിലുള്ളത്, അത് ചെറുപയർ. അതിൻ്റെ ഉള്ളിലെ പരിപ്പാണ് ചെറുപരിപ്പ് എന്ന് പറയുന്നത്. അതാണ് സാധാരണ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ ഏത് ടൈപ്പ് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ, പുട്ടുണ്ടാക്കണതോ ഇടിയപ്പം ഉണ്ടാക്കണതാ പത്തരി ഉണ്ടാക്കണതാ, ഏത് ടൈപ്പ് അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ജീരകവും കൂടിയിട്ട് ഒന്ന് അരച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കും. ഇത് നന്നായിട്ട് മൊരിയിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കേടുവരുമൊന്നുമില്ല. അത് കഴിയുന്നവരെ അത് കേടുവരാണ്ടിരിക്കും. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ആഴ്ച വരേക്കും കേടുവരാണ്ടിരിക്കും. പിന്നെ നമ്മൾ റിയാക്ഷനിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറൊരു മധുരമുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിരുന്നു. അത് നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇന്ന് രാവിലെയാണ് ഞാനത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ 2-3 പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായിരുന്നാലും ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണ ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കണം. ഇവിടെയും മഴയുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിടാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളി. ഇത് കുറച്ച് വലിയ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ കുറച്ചും കൂടി നല്ല ഫ്ലേവർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില. ഈ കറിവേപ്പിലേക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം. ഇത് 3 കൂടിയിട്ട് നമുക്ക് ഒന്ന് കറക്കിയിട്ട് എടുക്കാം. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കറക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ പോലെ കിട്ടില്ല. അപ്പോൾ അത് കറക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മളൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഇത്രയ്ക്ക് ചെറിയ ജീരകം ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ എടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളകും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണക്കമുളകിന് പകരം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ എരിവിനനുസരിച്ചിട്ട് കുറച്ച് പച്ചമുളക് പൊടി ചേർത്തിട്ട് കറക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഉണക്കമുളക് ക്രഷ് ചെയ്ത് ചേർക്കുക. മുളകിൻ്റെ പൊടി ചേർക്കണ്ട കേട്ടോ. മുളകിൻ്റെ പൊടിയേക്കാളും നല്ലത് ഒന്നല്ലെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക്. ഈ ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് പരിപ്പാണ് ചേർക്കുന്നത്. ചെറുപരിപ്പ് ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുമല്ലോ. 1 മണിക്കൂർ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് സാധനം ആയിരുന്നാലും കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കുമ്പോൾ കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ വെള്ളത്തിൽ പോകുമല്ലോ. അപ്പോൾ ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചില ചോദിക്കാറുണ്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാകുക. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് സാധനം പച്ചരിയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറല്ലേ എടുക്കുള്ളൂ. പിന്നെ അതിലും കൂടുതൽ നേരം അത് വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരിയുടെ ആ ടേസ്റ്റും അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിൽ അങ്ങോട്ട് പോകില്ല. പിന്നെ നമ്മൾ വെള്ളം അങ്ങോട്ട് കളയുകയും ചെയ്യില്ല. പിന്നെ ഉണങ്ങിയേക്കുന്ന സാധനങ്ങൾ പയർവർഗ്ഗങ്ങൾ അതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. ഒരു രാത്രി നമ്മൾ വെള്ളത്തിലിടണമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് വെള്ളം മാറ്റിയിട്ട് പരിപ്പ് മാത്രമായിട്ട് ചേർക്കാം. ഇത് മിക്സിയിലിട്ടിട്ട് അരയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇതേപോലെ തന്നെ ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നല്ലൊരു കറക്റ്റ് പാകമായിട്ടിരിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അയമോദകവും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അയമോദകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജ്വൈൻ അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 നുള്ളി ചേർക്കാം. അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അയമോദകം ചേർക്കാം.
ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അയമോദകത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഈ അയമോദകം എന്നാലും നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കില്ലേ, പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ കുഴച്ചിട്ട് എടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് അരിപ്പൊടിയാണല്ലോ, അപ്പോൾ അതിനൊരു പശിമ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചിട്ട് എടുക്കുന്നത്. സാധാരണ വെള്ളത്തിൽ കുഴക്കരുത്, അപ്പോൾ നമുക്ക് ആ പശിമ കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയിട്ട് ചേർക്കണം. എന്നാലും ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം, ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. ഓയിൽ ഇത്രയ്ക്ക് തന്നെ ചേർക്കണം. ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കും. നമ്മളിങ്ങനെ പൊടി കുഴച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ചെറുതായിട്ടൊരു ചൂടുണ്ട് കേട്ടോ, അതേപോലത്തെ വെള്ളം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇളം ചൂടെന്ന് പറയുമ്പോൾ ഇങ്ങനെ തീരെ ചൂടില്ലാണ്ട് ചേർക്കണ്ട, ഭയങ്കര തിളച്ച വെള്ളം ചേർക്കണ്ട, അതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിനകത്ത് ചേർക്കാം. അത് നോക്കിയേ, ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ. കുറേ വെള്ളമായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പരത്തിയിട്ട് പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കില്ല, അങ്ങനെ എടുക്കുന്ന സമയത്ത് അത് നമുക്ക് അത്രയ്ക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കാണ്ട് കനം കുറച്ച് പരത്താനും പറ്റില്ല. കുറച്ച് ഇതിപ്പോൾ കുറച്ചിങ്ങനെ ഒരു ഹാർഡായിട്ടിരിക്കണം, ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുഴച്ചിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കണം, വെള്ളം ഒട്ടും കൂടരുത്, ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ടിരിക്കണം. പാത്രത്തിലായിരുന്നാലും ഒട്ടും പിടിച്ചിട്ടില്ലല്ലോ. എങ്ങാനും നിങ്ങൾ കുഴച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ വെള്ളം അങ്ങനെ കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ മാത്രമേ ഇത് നമ്മൾ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ അത് നമുക്ക് നല്ല ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കനം കുറച്ചിട്ട് പരത്തി എടുക്കാനും പറ്റില്ല. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയിട്ട് എടുക്കില്ലേ, അതേപോലെ പരത്തിയിട്ട് എടുക്കാം. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെറുപരിപ്പും പിന്നെ അരിപ്പൊടി എല്ലാം കൂടിയിട്ട് ഒന്ന് ചേർന്ന് വരാൻ വേണ്ടിയിട്ട്. അതായപ്പോൾ ഇത് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് നല്ല കനം കുറച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് എടുക്കാം. പിന്നെ അടിയിലും മുകളിലും പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ടാട്ടോ പരത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് ഒട്ടിങ്ങനെ അടിയിൽ പിടിക്കാണ്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ അതൊന്നും വെക്കാണ്ടും പരത്തിയിട്ട് എടുക്കാം, പക്ഷേ അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ, ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പകുതി ആട്ടോ എടുക്കുന്നത്, പകുതി നമുക്ക് പരത്താം. ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കും. അപ്പോൾ നമ്മൾ നല്ല കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ ഈ കവർ അങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് നമുക്ക് റൗണ്ടിനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ടിൻ്റെ ഷേപ്പിൽ അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. എങ്ങനത്തെ ഷേപ്പായിരുന്നാലും കുഴപ്പമില്ല, പക്ഷെ പരത്തിയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത്യാവശ്യം നല്ല കനം കുറച്ചിട്ട് തന്നെ പരത്തണം കേട്ടോ. അപ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ആയിരുന്നാലും നമുക്ക് ശരിക്കും മുരിഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുഞ്ഞ പൂരിയുടെ അങ്ങനത്തെ വലിപ്പത്തിലാണ് ഇത് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ ഷേപ്പിൽ അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡബ്ബയുടെ മൂടിയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഈ പീസുകൾ മാറ്റാണ്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനും എളുപ്പമാണ്. ആ ബാലൻസ് വന്നത് ഒന്നും കൂടിയും ഒന്ന് പരത്തിയിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ ഷീറ്റ് ഫുള്ളായിട്ടാണ് മാറ്റേണ്ട, ഒരു സൈഡിലേക്കാണ്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എടുക്കാനും പിടിക്കാനൊക്കെ എളുപ്പമായി. പിന്നെ ഈ കവർ അടിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായി. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക്
നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇടാം. നന്നായിട്ട് മൊരിഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ തണുത്ത പോലെ ഇരിക്കും. പിന്നെ ഇത് അരിപ്പൊടിയാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മുറുക്കൊക്കെ ഉണ്ടാവും. എങ്ങാനും ഓയിലേക്ക് ഇടുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാൻ വേണ്ടി കിട്ടണില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഇതിന് കുറച്ചും കൂടി പൊടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് പരത്തിയിട്ട് എടുക്കേണ്ടി വരും കേട്ടോ. വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കണം. അത്യാവശ്യം ഇതേപോലെ ഓയിലിന് അത്യാവശ്യം നല്ല ചൂടും വേണം കേട്ടോ. ഭയങ്കരമായിട്ട് തീ കുറച്ച് വയ്ക്കണ്ട. എന്ത് സാധനം നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പത കാണില്ല. ഇടുന്ന സമയത്ത് കുറേ പതയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് മൊരിയുന്നതനുസരിച്ചിട്ട് ആ പത കുറഞ്ഞു വരും. ആ നമ്മളെ മൊരിയണ സാധനത്തിൻ്റെ ഉള്ളിൽ ആ വെള്ളം പോണതനുസരിച്ചിട്ടാണ് ഈ പതയുടെ ഇത് കുറഞ്ഞ് വരാം. പത ഫുള്ളായിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാനും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വറുത്തിട്ട് എടുക്കുമ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒട്ടും ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. നല്ല കറും പറന്നിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് എത്ര നാൾ വരെ വെച്ചിരുന്നാലും നമ്മൾ എന്താ പറയുക, അച്ചപ്പം കുഴലപ്പൊക്കെ നമ്മൾ എടുത്ത് വെക്കില്ലേ, അതേപോലെ തന്നെ ഇത് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്ന സാധനങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളല്ലേ, ഒരുപാട് അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല മഴയുടെ സമയമൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെക്കാം. മഴയ്ക്ക് പെയ്യുമ്പോൾ മഴയ്ക്ക് കണ്ടുകൊണ്ട് ഓരോന്നെടുത്ത് കഴിക്കാം. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ട് പറയാം. അത് നമ്മൾ ആ ചെറുപരിപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, എല്ലാത്തിൻ്റെയും കൂടി. പിന്നെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഉണക്കമുളക് ക്രഷ് ചെയ്തതല്ലേ ചേർത്തത്. അതിന് പകരം പച്ചമുളക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കട്ടെ. ഏത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മിക്സിയിലിട്ട് കറക്കിയിട്ട് എടുക്കുമ്പോൾ പച്ചമുളക് ചേർത്തിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻസ് ഇടുമ്പോൾ പറഞ്ഞാൽ മതി. നല്ല സൂപ്പർ സാധനമാണ്. കാരണം ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇടുക. പിന്നെ പരത്തിയിട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പരത്തിയിട്ട് ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുക്കാനും പറ്റില്ല. പിന്നെ നമ്മളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ പരത്തി ഷേപ്പൊക്കെ ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിട്ട് ഓയിലേക്ക് ഇടുന്ന സമയത്ത് വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ടാണ്ട് ഒരുമിച്ച് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി.